അപ്പൊ സാർ എന്നെ സാറേ നിന്ന് വിളിക്കരുത്. ഞാൻ ഇവിടുന്ന് നമ്മൾ ഒരുമിച്ച് സ്കിറ്റ് കളിച്ചിട്ടുണ്ടല്ലേ ഇവിടെ. എന്നാലിപ്പോ ആ നിലയിലല്ലേ നിൽക്കുന്ന ഒരു മെഗാസ്റ്റാർ അല്ലേ? അങ്ങനെ കരുതണ്ട. പിന്നെ എന്താണ് വിളിക്കേണ്ടത്? എന്നെ അനങ്ങുന്ന എന്ന് വിളിച്ചാൽ മതി. അനങ്ങുന്നയാ? അങ്ങനെ വിളിക്കും. അങ്ങനെ അങ്ങനെ വിളിച്ചാൽ മതി. എന്തായാലും ഈ തെലുങ്ക് പടമൊക്കെ പറയുമ്പോ നല്ല ഒരുപാട് കാശ് കാണും അല്ലേ? കാശൊക്കെ ആയി കാണും. ഒരുപാടൊന്നും ഇല്ല. എന്നാലും ഇപ്പൊ ഞാൻ വീടൊക്കെ വെച്ചു. വീട് വെച്ചു. ആ ശരി. വലിയ വീടാണോ? ഏകദേശം വലിയ വീടാ. എന്റെ പണിഞ്ഞ മേച്ചിരിക്കാൻ 5 CPR കൊടുത്തു. സുഖമില്ലയാ? അല്ല മറ്റേ കാശായിട്ട് കൊടുക്കുമല്ലോ. ഈ രാജമൗലി സാറിന്റെ വകയിലൊരു പെൺകുട്ടിയുണ്ട്. എന്റെ ഭയങ്കര ഫാനാണ്. രാജ ലൗലി. ആ കുട്ടിയുടെ പേര് രാജ എന്നുണ്ട്. അവര് രാജ പിടിച്ചാണ് പോകുന്നത്. ആണല്ലേ? എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ മുറുക്കാങ്കട നടത്തുന്നത് രാജകുമാരൻ. രാജകുമാരൻ മുറുക്കാങ്കട നടത്തു? കുമാരൻ എന്നാണ് പേര്. രാജ പുള്ളി കൂട്ടിച്ചേർത്ത. ഇതിന്റെ മുമ്പിലല്ലേ വീട്. അപ്പൊ വീട്ടിലെല്ലാവർക്കും രാജ പേരുണ്ട്. പിന്നെ പുള്ളിയുടെ വീട്ടിൽ സാധാ പാമ്പൊന്നും കയറൂല. രാജ വെമ്പാല കയറുള്ളൂ. പുള്ളിയുടെ വീട്ടിൽ പണിക്ക് വരുന്നവരൊക്കെ രാജശില്പികൾ. അങ്ങനെയുണ്ട്. പുള്ളിക്ക് അങ്ങനെ ഇഷ്ടമുള്ളൂ. എന്തിനേറെ പറയുന്നു, പുള്ളിയുടെ വീട്ടിലൊരു പള്ളി ഇരിപ്പുണ്ട്. രാജഗൗളി. സിനിമ റിലീസായി കഴിഞ്ഞാൽ തമിഴിൽ നിന്നും ഹിന്ദിയിൽ നിന്നും വിളി വരാൻ ചാൻസ് ഉണ്ടോ? എന്തിന് റിലീസ് ആവണം? എന്റെ തോമസ് എല്ലാ ഭാഷയിൽ നിന്നും വിളി വരും.